സാധാരണ രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണങ്ങളിൽ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ രക്തസാക്ഷി അനുസ്മരണ പ്രസംഗങ്ങളിലൊന്ന് ലോകത്ത് ജീവിച്ചിരുന്ന വിപ്ലവകാരികളിൽ അഗ്രഗാമിയായി ഫിഡൽ കാസ്ട്രോ ചെഗുവേരയെ അനുസ്മരിച്ച് നടത്തുന്നതാണ്. ഫിഡൽ ചെയെ അനുസ്മരിച്ച് നടത്തിയ പ്രസംഗത്തിന്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയായിരുന്നു: രക്തസാക്ഷി അനുസ്മരിക്കുന്നത് വർഷത്തിൽ ഒരു ദിവസത്തിനകത്ത് ഒതുങ്ങുന്ന ചടങ്ങല്ല. അതൊരു മണിക്കൂറിന്റേതല്ല, അതൊരു മിനിറ്റിന്റേതല്ല, അതൊരു സെക്കൻഡിന്റേതല്ല. സെക്കൻഡിന്റെ സൂക്ഷ്മാംശങ്ങളിൽ വരെ രക്തസാക്ഷികളുടെ സ്മരണ നമ്മുടെ എല്ലാവരുടെയും സിരകളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. ആദ്യത്തെ വാചകം. ആ വാചകം കേട്ട പിന്നെ ബാക്കിയുള്ളത് കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. പിന്നെ വർഷത്തിൽ ഒരു ദിവസം വന്നു, പതാക ഉയർത്തി, മുദ്രാവാക്യം വിളിച്ചു, നേരെ പോയി. പിന്നെ അടുത്ത വർഷം വരണോ എന്നാണെന്ന് ഡയറി കുറിച്ചു വെച്ചിട്ട് പോകും. അതല്ല അനുസ്മരണം. അനുസ്മരണം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയാണ്, കേവലമായ അനുഷ്ഠാനമല്ല. പാണ്ഡിജാതങ്ങൾ, ശ്രാദ്ധം, ഓർമ്മ ദിവസം, മരിച്ചവരോർക്കുന്ന ഒത്തിരിയേറെ ദിനാചരണങ്ങൾ മതങ്ങളുമായി ബന്ധപ്പെട്ട്, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായി നാട്ടിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷി അനുസ്മരണം. രക്തസാക്ഷി അനുസ്മരണം മാത്രമല്ല, ഏത് അനുസ്മരണവും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയാണ്. അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയായി മാറുന്നത് ഒരു ദിവസത്തിനകത്ത് ഒതുങ്ങാതെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും രക്തസാക്ഷിയുടെ സ്മരണകൾ എന്തിനു വേണ്ടിയാണോ അവർ ജീവിതം സമർപ്പിച്ചത്, ജീവൻ നൽകിയത്, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. പ്രകടനം വരുമ്പോ എല്ലാവരും ആവേശത്തോടും വിളിക്കുന്നില്ലേ? രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. രക്തസാക്ഷി കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. ഈ 2000 ഓർമ്മകളുമായി അവരും നമ്മളോടൊപ്പം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. മരിച്ചവർ ജനിക്കുമോ? പുനർജന്മം ഒരു ദാർശനിക പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ജനിക്കുന്നു എന്ന പക്ഷത്തിനൊപ്പം നിൽക്കുന്നവരല്ല. പിന്നെ രക്തസാക്ഷി മരിക്കാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ജീവിക്കുന്നത് നമ്മളിലൂടെയാണ്. നമ്മളിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികളിലൂടെയാണ്. മുദ്രാവാക്യം വിളിച്ചിട്ട് അടുത്ത വർഷത്തെ മുദ്രാവാക്യം കൂടി എഴുതിപ്പോയി പിന്നെ അടുത്ത വർഷം ഉഷാറായി വിളിക്കാന്ന് വെച്ചാൽ ജീവിക്കില്ല. എന്തിനു വേണ്ടിയാണ് രക്തസാക്ഷി ജീവൻ നൽകിയിട്ടുള്ളത്? ആ മുദ്രാവാക്യം നേടിയെടുക്കുന്നതിന് ഇന്നിന്റെ സവിശേഷതകൾക്ക് അനുസൃതമായി എങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്വയം സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രക്തസാക്ഷി നമ്മളിലൂടെ ജീവിക്കുന്നത്.